സീക്രട്ട് ഏജന്റിനെ സ്വന്തം ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു എന്നുള്ളൊരു തമ്പനയിൽ കണ്ട് ഞാൻ ആ വീഡിയോ കാണാനിടയായി. വീഡിയോ കണ്ടിട്ട് കമന്റ് വായിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ നിങ്ങൾക്ക് ആ കമന്റ് ഒന്ന് വായിച്ചു തരാം. എന്നിട്ട് ഒരാൾ പറയുന്നത്, പുള്ളി ഒരു മാസം അവിടെ നിന്നോട്ടെ, നാട്ടുകാർക്ക് സ്വൈര്യം കിട്ടും. ശരിക്കും അത് ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാത്തവരെ അല്ലേ ഉദ്ദേശിക്കുന്നത്, നാട്ടുകാർക്ക് സ്വൈര്യം കിട്ടും. അല്ലാതെ കൂടുതൽ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. പിന്നെ ഭാര്യയുടെ ട്രോൾ വാങ്ങാനും വേണം ഒരു ഭാഗ്യം. സായി ഔട്ടായി തിരിച്ചു വരുമ്പോൾ ആ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റിയിട്ടുണ്ടാകും, സീക്രട്ട് ലേഡി എന്നാക്കിയിട്ടുണ്ടാകും. അത് പറയാൻ കാര്യം, സീക്രട്ട് ഏജന്റ് പോയ സമയത്ത് സീക്രട്ട് ഏജന്റ് ഭാര്യയാണ് ആ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്. സോ പുള്ളിക്കാരി ബിഗ് ബോസ് റിവ്യൂസ് മാത്രമേ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ആ കാറിലിരുന്ന് വ്ലോഗ് ചെയ്താൽ മതി, ഓന് വെറുതെ വില കളയാൻ അതിന്റെ ഉള്ളിലേക്ക് പോയി. അതൊരു കണക്കിൽ ശരിയാണ്. കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് താഴെ കിടക്കുന്നവനെ എടുത്ത് മേളിലും വയ്ക്കും, മേളിൽ കിടക്കുന്നവനെ എടുത്ത് താഴെയും വയ്ക്കും. അതാണ് ബിഗ് ബോസിന്റെ ഒരു പതിവെന്ന് പറയുന്നത്. ഞാനാണ് ശരി, ഞാൻ മാത്രം എന്ന ഭാവം ഉള്ള ഒരു മണ്ടൻ. സായി വീടിനകത്തും ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. ജാസ്മിനെ കണ്ടപ്പോൾ നിന്നെ മറന്നു, ഇത് കാട്ടുകോഴിയല്ല, വേറെ എന്തോ ഒരു കോഴിയാണ്. ഏഷ്യാനെറ്റ് പറയുന്ന പൈസയ്ക്ക് ഞാൻ ഓക്കെ, അവിടേക്ക് ചെല്ലുന്നു. 2 ദിവസത്തിനുള്ളിൽ ഞാൻ പുറത്തേക്ക് വരും. അതിനിടയിൽ നീ എന്നെ ഊക്കിക്കൊണ്ട് സംസാരിക്കണം. ബിഗ് ബോസിൽ പോകുന്നതിന് പൈസ ഒന്ന്, യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് പൈസ വേറെ. ഏഷ്യാനെറ്റ് പൈസ കിട്ടിയാൽ മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി പുറത്തു വരും. ഒരു വെടിക്ക് 2 പക്ഷി. നല്ല രസമുണ്ട് അത് കേൾക്കാൻ. ഇനി ചേച്ചി കാറിൽ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ ഇട്ടാൽ മതി. പറയുന്നത് കൊണ്ട് ചേച്ചിക്കൊന്നും തോന്നരുത്, സായി ചേട്ടൻ ഒരു കാട്ടുകോഴിയാണ്. ഇതെല്ലാം ജാസ്മിന്റെ അടുത്ത് സീക്രട്സ് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു പേര് വന്നത്. പുള്ളിക്ക് കാറിലിരുന്നാലേ ഐഡിയ വരുള്ളൂ. ഒരു കണക്കിൽ അത് ശരിയാണ്. കാറിലിരുന്ന് നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ സ്പേസിൽ നമ്മുടെ വീഡിയോസ് ഇടുന്നു, ഇത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഒരു പബ്ലിക്കിലോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ അങ്ങനെയല്ല. നമ്മുടെ ഐഡിയ മാത്രമല്ല, അവിടെ നിൽക്കുന്ന ഒരു 20 പേരുണ്ടെങ്കിൽ 20 പേർക്ക് 20 ഐഡിയാസ് ആയിരിക്കും. സോ അതിച്ചിരി പാടാണ്. സ്നേഹമായിരുന്നു അരിയണ്ണന് പകരം പോകേണ്ടിയിരുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. സോ എന്തായാലും സീക്രട്ട് ഏജന്റ് നന്നായിട്ട് കളിക്കൂ.